ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ എന്താ എന്തു പറ്റി? നിന്റെ മുഖത്തൊരു പരിഭ്രമം. അത് പുറത്ത് ആരോ വന്നിരിക്കുന്നു. പോവരുത്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നിന്നോട് എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇവിടുത്തെ എച്ചൽ പാത്രങ്ങളൊന്നും കഴുകണ്ട. ഇവിടുത്തെ ഒരു പണിയും ചെയ്യേ വേണ്ട. ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ്. നീ എങ്ങോട്ടും പോവരുത്. മാറി നിക്കങ്ങോട്ട്. എന്നെ നീ നോക്കണ്ട. അച്ഛനും അമ്മയും ഓർത്തെങ്കിലും നീ ഇവിടുന്ന് പോവരുത്. വർഷയുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചവളല്ലേ നീ? നീയായിട്ട് ഈ വീടിന്റെ സമാധാനം കളയരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്നെ പറയാൻ പാടില്ലാത്തതെല്ലാം പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് മോന്യത ചമ്മഞ്ഞ് കാല് പിടിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങളുടെ ഒരു ഔദാര്യവും മാപ്പും എനിക്ക് ആവശ്യമില്ല. എന്നെ ആവശ്യമുള്ളവരിവിടെ ഉണ്ടെങ്കിൽ അവര് വരട്ടെ. അപ്പൊ ഞാൻ തിരിച്ചു വരുന്ന കാര്യം ആലോചിക്കാം. മോളെ ഹരിതേ, എന്താ അമ്മ ഇതൊക്കെ? എന്താ ഉണ്ടായത്? വേറെ ഒരു നിസ്സാര കാര്യം. കഴിച്ച പാത്രം കഴുകാതെ ഹരിതി അത് അലക്ഷ്യമായി ഇട്ടെറിഞ്ഞിട്ട് പോവാൻ നോക്കി. അവരവര് കഴിച്ച പാത്രമെങ്കിലും അവരവരെ കഴുകണമെന്ന് സുചിത്ര പറഞ്ഞു. അതാ വഴക്കിന്റെ തുടക്കം. അതിന് ഞാൻ മാപ്പ് ചോദിച്ചില്ലേ മനോജ്? എന്നിട്ടും ഹരിത എന്താ ഇങ്ങനെ? ഞാൻ ഹരിത ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്താ മനോജ്, ഹരിത ഫോൺ എടുക്കുന്നില്ലേ? ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞമ്മേ. ജഗൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു മനോജ്. നിനക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു കാര്യം അമ്മ പറയാം. സ്വന്തം എച്ചിൽ പാത്രം പോലും കഴുകാത്തത് അവളുടെ ജീവിതം നശിപ്പിച്ച വീട്ടുകാരോടുള്ള പ്രതികാരം കൊണ്ടാണ് പോലും. തെറ്റ് ഹരിതയുടെ ഭാഗത്താ. എന്നിട്ടും ഞാൻ വഴക്കു പറഞ്ഞതും കുറ്റപ്പെടുത്തിയതും എല്ലാം സുചിത്രയെ. സുചിത്രയുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് അറിഞ്ഞിട്ട് കൂടെ ഒരു പരിഭവം കാണിക്കാതെ എല്ലാം മറന്ന് സുചിത്ര ഹരിതയോട് മാപ്പ് പറഞ്ഞത് കണ്ടില്ലേ? അതാണ് കുടുംബത്തിൽ പിറന്ന പെണ്ണിന്റെ മഹത്വം. സ്വിച്ച് ഓഫ്.
എന്താ അമ്മു? എന്താ എന്തു പറ്റി? നിന്റെ മുഖത്തൊരു പരിഭ്രമം. അത് പുറത്ത് 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 ആരോ വന്നിരിക്കുന്നു. പുറത്തുള്ള ആളെ ഞാൻ മാനേജ് ചെയ്തോളാം. നീ പൊക്കോ പൊക്കോ. മാനത്തെ കൊട്ടാ